പുളിയിലക്കര സെറ്റ് മുണ്ടൊക്കെ എടുത്ത് കാതിലെ ജിമിക്കിയും കയ്യിൽ നിറയെ കുപ്പികളൊക്കെ ഇട്ട് തനി നാടൻ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങി ഞാൻ രാവിലെ തന്നെ എത്തിയിട്ടുള്ളത് ഓക്ലൻഡിലെ മഹാത്മാഗാന്ധി സെൻറ്ററിലേക്കാണ്. ഇവിടെ ഇന്ന് ഇന്ത്യൻ കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള 5 സ്റ്റേറ്റ്സിലൊന്ന് നമ്മുടെ കേരളത്തിൻ്റേതാണ്. കേരളത്തിൻ്റെ സ്റ്റോൾ ഒരുക്കാനും അതിൻ്റെ പ്രത്യേകതകളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം എനിക്കും കൂടി ഇന്ന് ലഭിച്ചു കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. രാവിലെ നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫൺ മോഡായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് സമയത്ത് ഓണവും പൂരവും വിഷുവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് വലിയൊരു പൂക്കളും നിറപറയും അതുപോലെ വിഷുക്കണിയും നെറ്റിപ്പട്ടവും പിന്നെ നമ്മുടെ അമ്പലങ്ങളുടെയൊക്കെ ഫോട്ടോസും എല്ലാം കൂടെ വെച്ചിട്ട് എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ഒരു ദിവസം വന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റോള് വളരെ കളർഫുൾ ആയിരുന്നു കേട്ടോ. അത് വന്നവരെല്ലാവരും പറഞ്ഞു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോളായിരുന്നു നമ്മുടെ ഇന്ന്. നമ്മുടെ മാത്രമായിരുന്നില്ല, ബാക്കി 4 സ്റ്റോളുകളും അതിഗംഭീരമായിട്ടാണ് കേട്ടോ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ടീം വർക്ക് എന്നൊക്കെ പറയുന്നത് ഇതാണ്. വെറും ഒരാഴ്ച മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിഗംഭീരമായിട്ടാണ് നമ്മുടെ സ്റ്റോൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റോളിൻ്റെ പരിപാടികളൊക്കെ ഏതാണ്ടൊന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകളുടെയൊക്കെ സ്റ്റോളുകൾ പോയി നോക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയ ഒരു ഫീലിംഗ്, ഓണത്തിന് പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ പൂക്കളിട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള ക്ലാസ്സുകളിൽ അവരുടെ ഡിസൈൻ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു മറ്റുള്ള സ്റ്റോളുകളിലൊക്കെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. മറ്റ് സ്റ്റേറ്റുകളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും ഓർണമെൻറ്റ്സുകളും അവർ വീട്ടിൽ ഡിക്കോർ ചെയ്യുന്ന സാധനങ്ങളും എല്ലാം വെച്ചിട്ട് അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് സത്യം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. എല്ലാത്തിനും ഉള്ളൊരു സമയമൊന്നും കിട്ടിയിരുന്നില്ല. ഈ ഒരു ഡ്രസ്സും ഓർണമെൻറ്റ്സും അല്ലെങ്കിൽ സാധനങ്ങളും മാത്രമുള്ളൊരു എക്സിബിഷൻ ആയിരുന്നില്ല കേട്ടോ. അത് നമ്മുടെ കൾച്ചറിനെ ഫോക്കാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. നമ്മൾ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മുടെ ഒരു കഥകളിയും മോഹിനിയാട്ടവും കേരള നടനും കളരിപ്പയറ്റും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഒരു ഡാൻസ് പെർഫോമൻസും കേരളത്തിനെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററിയും അതുപോലെ ഒരു ട്രഡീഷണൽ സെറ്റപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഫാഷൻ ഷോ ആയിരുന്നു കേട്ടോ കേരളത്തിൻ്റെ കൾച്ചറൽ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഈ 3 പ്രോഗ്രാമിലൂടെയും നമ്മുടെ കേരളം എന്താണെന്നും കേരളത്തിൻ്റെ കൾച്ചർ എന്താണെന്നും ഒക്കെ മറ്റുള്ള സ്റ്റേറ്റ്സിനും അവിടെ വന്നിട്ടുള്ള ഫോറിനേഴ്സിനും ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനും കൂടി സാധിച്ചു എന്നുള്ളത് വല്ലാത്തൊരു പ്രൗഡ് മൊമെൻറ്റാണ്. ഇതിലും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടും നമ്മൾ കേരളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതും ശരിക്കും വല്ലാത്തൊരു അഭിമാനം തന്ന നിമിഷം തന്നെയായിരുന്നു. ലോകത്ത് എവിടെ പോയാലും കേരളം, നമ്മുടെ നാട്, മലയാളം എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സുഖമല്ലേ, അത് തന്നെയാണ് കേട്ടോ. അപ്പം ശരി, പിന്നെ കാണാട്ടോ.